എന്നും ഓരോ സ്ഥലത്ത് പോകാനുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വേഗം കറിയും നിങ്ങൾ എത്ര സ്പീഡിലാക്കൽ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു ഇതെന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ മുളപ്പൊടി മഞ്ഞപ്പൊടി വേറെ വേറെ എടുത്താക്കുന്നത് ഇതുപോലത്തെ ഓരോ പാക്ക് ഇത് വലുതും ചെറുതും നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ വാങ്ങട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഈറ്റ ഒരു പാക്കറ്റ് വാങ്ങിയാലില്ലേ നമുക്ക് ബീഫ് കറിയിൽ പിന്നെ ഒരു മഞ്ഞളിട്ട് പിന്നെ ഒരു മുളക് പൊടി ഇട്ട് പിന്നെ ഒരു മല്ലിപ്പൊടി ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഈറ്റ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയാൽ നമുക്ക് എന്താ പറയുക ഈ കറികളൊക്കെ അതുപോലെ കുഴച്ചിട്ട് വേഗം അടുപ്പത്ത് വെച്ചാൽ അതിലൊക്കെ ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ പച്ചക്കറിയും തോടെ ചേർക്കണം. നമ്മൾ സംഭവം പെട്ടെന്ന് തന്നെ അല്ലാത്തൊരു മുളക് പൊടി മഞ്ഞപ്പൊടി അത് കുറഞ്ഞോയോ കൂടിയോയോ ഇങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ടിട്ടോ. ഈറ്റ ഓരോ ഇതെടുത്തിട്ടോ എത്ര 1-1.5 ടീസ്പൂണോ വേണ്ടിയെന്ന് വെച്ചാൽ അതായാലും അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എല്ലാ ഗരം മസാലപ്പൊടിയും അതിന് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറൊരു സംഭവം ഇടണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും ഇങ്ങനെ പോകുന്നതും കൂടി ഞാൻ അങ്ങനെ ഉണ്ടാക്കല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം പാർന്നിട്ട് നീട്ടായി വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നീട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയില്ല കേട്ടോ. കുറഞ്ഞൊന്നും പോകില്ല കേട്ടോ. നല്ല രസം. നമുക്ക് ഇത് വെച്ചാൽ മുളപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി തപ്പി പിടിക്കേണ്ടി എന്ത് ഞാനിപ്പോൾ പത്തിരിക്കായിക്കും ദോശ അതുപോലെ നമ്മളെ ഈ സാമ്പാർ പൊടി കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഞാൻ ഓരോ വീഡിയോയിൽ ഞങ്ങൾ കാട്ടിത്തരും. ഈ ഒരു മസാലപ്പൊടി ഓരോ കോൺടാക്ട് നമ്പറുമാണ് ഞാൻ ഇതിൽ കൊടുക്കട്ടോ. ഞാൻ അവരെടുത്ത് നട്ടോ അത് സാധനം വാങ്ങിയത്. ഇത് എന്ന് പറഞ്ഞാൽ കൊറിയർ ഓൺലൈനായിട്ടുള്ള പരിപാടി കേട്ടോ. കൊറിയറായിട്ട് അയക്കണേ അങ്ങനെ ചെയ്യൂട്ടോ. അപ്പം ഞാൻ വേഗം ആകെ തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറ്റിച്ചെടുത്താൽ കാരണം എന്ന് വെച്ചാൽ ദോശയല്ല. അപ്പോൾ ദോശ കല്യാണം തന്നെ തിന്നാൻ വിചാരിച്ചിട്ട് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കളെ തൂമിച്ചയിലൊക്കെ പറഞ്ഞിക്കണേ. അപ്പോൾ അടിപൊളി സ്മെല്ലും ആണ് അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. ഞാനൊരു മുളക് പൊടി ഒരു കുപ്പിയിൽ നിന്ന് എടുക്കണം, മഞ്ഞപ്പൊടി ഒരു കുപ്പിയിൽ നിന്ന് എടുക്കണം, മല്ലിപ്പൊടി ഒരു കുപ്പിയിൽ നിന്ന് എടുക്കണം, ഗരം മസാലപ്പൊടി ഒരു കുപ്പിയിൽ നിന്ന് എടുക്കണം. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അത് അങ്ങോട്ട് വാങ്ങിയാൽ ഇതിലൊക്കെ ഒരു സ്പൂൺ ഇട്ടിട്ട് സംഭവം നമ്മൾ അടുപ്പത്ത് വെച്ച സംഭവമായിട്ട് അപ്പോൾ രാവിലെ അങ്ങോട്ടെങ്കിലും പോകാനും കാര്യങ്ങളൊക്കെ തിരക്കുള്ളവർക്ക് ഏറ്റവും ബെറ്റർ. പിന്നെ പണിയെടുക്കാൻ വേണ്ടി കൂടുതൽ ഇങ്ങനെ അടുക്കളയിൽ ചുറ്റിക്കട്ടി എടുക്കാൻ പണിയുള്ളവർക്കും എളുപ്പത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ മസാലപ്പൊടിയും പാകാക്കുമ്പോൾ ചിലപ്പോൾ റെഡി ആണോന്നില്ലല്ലോ. ഇതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇതൊന്നും അല്ല ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കോളിട്ടോ. ഞാൻ വേറെ സാമ്പാർ പൊടിയും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മസാലപ്പൊടികൾ കാട്ടി തരണുണ്ട് കേട്ടോ. അതെല്ലാം കൂടി കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ക്ലാസ് പോയപ്പോഴേ ഒരു ക്ലാസ് ഉണ്ട് പറഞ്ഞല്ലോ. ക്ലാസ് ഇതാക്കണ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ചുമ നിൽക്കാൻ ആളെ ക്ലാസ്സിൽ എടുക്കുന്നവർ കൂടി എടുങ്ങാറാക്കണ സൈസ് കോല ഇതുവരെ വരാത്ത കോല ക്ലാസ് തുടങ്ങിയപ്പോൾ മാത്രമായിട്ട് വന്നിട്ട് പ്രാന്തെടുപ്പിക്കുക. അങ്ങനെ ഒരു തുളസി ടോണിക്കും കൊണ്ട് ക്ലാസ്സിൽ കാട് പോയി എടുക്കാൻ ഇങ്ങോട്ട് കുടിച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ കൂടി ഇതാക്കണം. ഇതാണ് നമ്മളെ ക്ലാസ്. അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ആയിട്ട് പള്ളിയിൽ നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കണം. ഇതാണ് കുറച്ച്. പക്ഷേ നമ്മളെ ക്ലാസ് ഇവിടുന്ന് മാറ്റുമെന്നാണ് പറഞ്ഞിട്ട് 2 ദിവസം ഇവിടെ മാറ്റും. ഞാൻ കുറച്ച് ദിവസമായി വിരൽ തുടങ്ങിയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പേഴ്സണലി കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇനിയൊരു ബുദ്ധിമുട്ടും പ്രശ്നവും ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ മുൻകൂട്ടി പറയാണ്ടിരുന്നതാണ്. പോരൊണങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഏതായാലും അടിപൊളി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാൻ അടുത്ത തിങ്കളാഴ്ച ആണ് ഈ കാര്യമായിട്ടുള്ളതൊക്കെ തുടങ്ങുന്നത്. ഏതായാലും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനാണ് ജോയിൻ ചെയ്യുന്നത്. ഗ്രാഫിക് ഡിസൈൻ ജോയിൻ ചെയ്താൽ പഠിച്ചിട്ട് അതിന് എന്തെങ്കിലും വേർത്തുണ്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഗ്രാഫിക് ഡിസൈനും എടുക്കാന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ അവിടെ വന്ന് ചേർന്നത് കേട്ടോ. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ആദ്യം ചേരട്ടെ. 3-4 മാസമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് മറ്റേലൊക്കെ തീരുമാനം എടുക്കുക. തലയിൽ കയറുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ കണ്ടാൽ അങ്ങനെ എല്ലാം കൂടി ഞാൻ പോകാനൊരുങ്ങ കേട്ടോ. പോകാൻ ചെരുപ്പൊക്കെ എടുത്തിട്ട് പുറത്തുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ചെരുപ്പ് വരെ വെക്കാനുള്ള സ്പേസൊക്കെ അവർ നമുക്ക് ചെയ്തിക്കണ്. അങ്ങനെ 360 ഡിജിറ്റൽ അക്കാദമി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഇവിടേക്ക് കുറച്ച് 2 സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് ശാന്തി ഹെൽത്ത് സെൻ്ററിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് കുറച്ച് മരുന്നൊക്കെ മാറ്റി എഴുതി തരാൻ പറഞ്ഞു. കാരണം അത് കുടിച്ചിട്ട് മാറുന്നില്ല. ചുമ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മാറേണ്ട സുഖമായിട്ട് അത് മാറായിട്ട് ഭ്രാന്ത് പിടിക്കട്ടോ. മറ്റുള്ളവരെയും കൂടി ഞാൻ എടുങ്ങാറാക്കണം. മറ്റുള്ളവർ ക്ലാസ്സിൽ വന്നിട്ട് ഓൾ കൂടി ഗതികേട് വേണ്ട വിചാരിച്ചു ഞാൻ ഈ കാണിച്ച് നടക്കണം കേട്ടോ. ഇപ്പം 3-4 ദിവസമായി തരുന്ന മരുന്നും മുട്ടായും ഒക്കെ എല്ലാ തരത്തിലും ഞാൻ കുടിച്ചു നോക്കി. ഒരു തരത്തിലും മാറ്റം വരുന്നില്ല. ഏതായാലും എൻ്റെ അടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡായ പോലീസായിരുന്നു കേട്ടോ. ഹെൽത്ത് സെൻ്ററിൽ കാണിക്കാനിരുന്നത്. പഠിച്ചവരെ പെട്ടെന്ന് പറയാലോ. +2 മാർക്കൊക്കെ ചോദിക്കുക. ഞാൻ കാരണം എന്ന് വെച്ചാൽ +2 മാർക്ക് തന്നെ നോക്കിയില്ല. അതിന് മുമ്പ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. പിന്നെ മാർക്ക് ഞാൻ പറഞ്ഞു ഓർമ്മയില്ല. നമുക്ക് SLCക്കും +2 എത്ര ശതമാനം കിട്ടി ആർക്കും ഓർമ്മയില്ലാണ്ടൊക്കെ പഠിച്ചവനെ ഞാൻ കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതായിരുന്നു കേട്ടോ. അവരെ മുമ്പിൽ നിന്ന് അവരാണ് ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക. എന്തിനാ വിഷയത്തിന് എടുത്ത് +2 എങ്ങനെ. ഏതായാലും അയാളെ അടുത്ത് പെട്ടെന്ന് കഴിച്ചിലായി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു പൊറാട്ടയും നല്ല മത്തിക്കറിയും കഴിച്ചിട്ടോ. അനി മറ്റൊരു വീഡിയോ വരെ കമൻറ്റ് സോൺ. ബൈ. അനി കാണുന്നവർ മറന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്താളിട്ടോ. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും ഒക്കെ ഒന്ന് സപ്പോർട്ട്